അവതരിപ്പിക്കുന്ന വിഷയം ഒരു ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു വലിയ സീരിയസ് ടോക്ക് എന്നായിട്ട് ഞാനിവിടെ കരുതുന്നത് അങ്ങനെയുള്ളൊരു വേദിയല്ല. വളരെ കുറച്ച് മാക്സിമം ഒരു അരമണിക്കൂറാണ് അതിനകത്ത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇത് വേറെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമല്ലേ, ഞങ്ങൾ എന്തിനത് കേൾക്കണം എന്ന് ധരിക്കരുത് എന്ന് പറയാനാണ് പ്രധാനമായിട്ട്. കാരണം ഇത് നമ്മുടെ വീട്ടുപടിക്കലോ പരിസരത്തൊക്കെ എത്തിക്കഴിഞ്ഞു. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മാരക രാസ ലഹരിയെക്കുറിച്ചാണ്. MDMA ഇത് ചിലരൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. ചിലപ്പോഴെങ്കിലും ചാനലിലൊക്കെ കാണും, ഒരു 16 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 18 വയസ്സായ കുട്ടി അമ്മയെ കൊന്നു, അമ്മൂമ്മയെ കൊന്നു, അയൽവാസിയെ കൊന്നു, മറ്റുള്ളവരെ കൊന്നു എന്നുള്ള വാർത്തകളാണ്, ക്രൈംസാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഇത് കഴിക്കുമ്പോൾ മാത്രം ഇങ്ങനെ വരുന്നത്? ഇതെന്താണ് ആക്ച്വലി ഈ MDMA എന്ന് പറഞ്ഞ രാസവസ്തു? അതിനൊന്ന് പരിചയപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ലഹരിയൊക്കെ പണ്ടുണ്ടായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് സുമേറിയക്കാരെന്ന് പറഞ്ഞ രാജ്യക്കാരുണ്ട്, ഇന്നത്തെ ഇറാഖ്. അവർ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവർ ജില്ലെന്ന് പറയുന്ന ഒരു വസ്തുവാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവരുടെ ഭാഷയിൽ പറഞ്ഞതിന് ആനന്ദം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിഥോളജിയിൽ പുരാണത്തിൽ, ഗ്രീക്ക് പുരാണത്തിൽ ഹെലൻ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. നമ്മൾ അപ്പോളോ ദേവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രീക്ക് പുരാണങ്ങളിൽ യവന പുരാണം നമ്മൾ പറയുന്നതിൽ അതിനകത്ത് ഹെലൻ എന്ന് പറയുന്ന ഇലിയഡ് എന്ന് പറയുന്ന ഹോമറിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇതിഹാസമാണ്. അതിൽ ഒരിക്കൽ പറയുന്നുണ്ട് അതിനകത്ത് ഈ മയക്കുമരുന്നിനെ കുറിച്ച് ഹെലൻ അത് കഴിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഫോർഗറ്റ്ഫുൾനെസ് ഓഫ് സാഡ്നെസ്, എല്ലാം മറക്കാൻ, അതിൻ്റെ സെൻസ് ഓഫ് ഈവിൾ, പിശാചിൻ്റെ ഒരു ബോധം അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യവന പുരാണമൊന്നും നമ്മുടെ ഭാരത പുരാണങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒന്നല്ല, വെറും ഭാവനയാണ്. പക്ഷെ എന്നിട്ട് പോലും ആ യവന പുരാണത്തിൽ പോലും ഫോർഗറ്റ്ഫുൾനെസ് ഓഫ് സാഡ്നെസ് എന്ന്, എല്ലാ ദുഃഖങ്ങളും മറക്കാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കഞ്ചാവ് അതൊക്കെയാണ് നമ്മൾ കേട്ടുപരിചയമുള്ള സാധനം. പിന്നെ നമ്മൾ വളരെ അപൂർവമായിട്ട് ബ്രൗൺ ഷുഗർ, അങ്ങനെ കൊക്കൈൻ എന്നൊക്കെ പറഞ്ഞ് വെള്ളപ്പഴമൊക്കെ ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് 3 ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ വളരെ വ്യാപകമാകാനുള്ള ഒരു പ്രധാന കാരണം സകല അതിഥി തൊഴിലാളികൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് ഒഡീസയിലും ഒറീസയിലും അവിടെയൊക്കെ കൊണ്ടുവരുന്നതിൽ അവരാണ് വലിയൊരു വിതരണക്കാർ. പണ്ട് നമ്മുടെ ഇടുക്കിയിലെ മലമുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൊടകരയ്ക്ക് അടുത്ത് കനകമലയുടെ മുകളിലുണ്ടായിരുന്നു, അങ്ങനെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് വിദേശങ്ങളിൽ നിന്നൊക്കെ കിലോ കണക്കിൽ വരുന്നുണ്ട്. 1% പിടിക്കുന്നുള്ളൂ, 99% സർക്കുലേഷനുണ്ട്. അത് നിയന്ത്രിക്കുന്നത് ഗുണ്ടകളാണ്. ഒരാൾക്ക് സാധനം വിൽക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനാ തന്നേന്ന് പറഞ്ഞാൽ നിന്റെ കയ്യും വിട്ട് നിന്റെ തന്തേരെ കയ്യും വിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം കൈ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സോഴ്സ് കിട്ടില്ല, ആ വിൽക്കുന്നവനെ മാത്രം പിടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ചെടിയിൽ നിന്നുണ്ടാക്കുന്നതാണ്. കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി പൂത്താൽ മാത്രമേ ലഹരി ഉണ്ടാവുള്ളൂ. അത് പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര മണമാണ്. അതുകൊണ്ട് 4 മലകളുടെ അപ്പുറത്താണ് അത് വളർത്തുക, കഞ്ചാവ് തോട്ടം. പഴയ മലയാള സിനിമകളിലൊക്കെ കാണും. അപ്പോൾ 4 മലകളുടെ അപ്പുറത്ത്, കാരണം പൂത്ത് കഴിഞ്ഞ മണം എല്ലാവരും വരുന്നത്. ഇവിടെ നിന്ന് എക്സൈസ് പോലീസ് 3 മലയും കയറി 4ാമത്തെ മല കയറുമ്പോൾ അവർക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നമ്മുടെ ആൾക്കാർ കതച്ച് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത്. അവർ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഇറങ്ങി പോയി തമിഴ്നാട്ടിൽ പോകും. നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് പെട്രോൾ വെച്ച് മറ്റേ വെച്ച് അത് മുഴുവൻ കത്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ ലാഘവത്തോടു കൂടി. അതൊരു സിഗരറ്റിലോ ബീഡിയിലോ വെച്ച് വലിക്കുമ്പോൾ അത് ഇലയും പൂവും കായും കൂടിയിട്ട് കയ്യിൽ വെച്ച് ഞെരടി ഒരു സിഗരറ്റിൽ അല്ലെങ്കിൽ ബീഡിയിൽ വെച്ച് വലിക്കുമ്പോൾ അതിനകത്തൊരു 20% 30% അതിനകത്ത് നാർക്കോട്ടിക് എലമെൻ്റ് ഉണ്ട്, ചെറിയൊരു ലഹരി കിട്ടും. പണ്ടൊക്കെ നമ്മുടെ സ്വാമിമാരൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉറക്കം വരാതിരിക്കാനും ഒക്കെ സാധാരണ സ്വാമി ബീഡി എന്ന് പറഞ്ഞതിന് പേരുമുണ്ട്. പക്ഷെ അതിപ്പോൾ കുട്ടികൾ വലിക്കുന്നത് അവർക്ക് ബീഡി സിഗരറ്റ് മേടിക്കാൻ പോകാനൊന്നും മെനക്കെടാൻ വയ്യ, ഓൺലൈനിൽ കിട്ടും. അവരിപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അതിൽ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതിലൂടെയാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു പൈപ്പ് കിട്ടും, ആ പൈപ്പ് ഇതിലൂടെ അതിലിട്ട് നിറച്ചിട്ട് വലിക്കുകയാണ്. കോളേജ് ഹോസ്റ്റലുകളിൽ
ഈ പഠിക്കാൻ പോയിട്ട് കുട്ടികളെല്ലാവരും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു വീട്ടിൽ ഒരു മാസം 2-3 പാരൻസെങ്കിലും എന്നെ വിളിക്കുന്നത്. മോൻ അവിടെ കോളേജിൽ പഠിക്കാൻ പോയതാണ്, കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയി, കൂട്ടുകാരന്മാരുടെ കൂടെ പോയി അവിടെ മരിച്ചു, പോലീസ് വന്ന് പിടിച്ചു, കേസിൽ പ്രതിയായി. അത് MDMA 1 ഗ്രാം MDMA വരെ കൈവശത്തിൽ പിടിച്ച 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. അത് കുട്ടികൾക്ക് അറിയില്ല. അത് 2 ഗ്രാമിലും ഇതിനൊക്കെ കൂടുന്തോറും ഗ്രാമാണ്, കിലോ അല്ല. ഇതെന്താണ് ഈ MDMA? അപ്പോൾ കഞ്ചാവാണ് പറഞ്ഞു വന്നത്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കണ ഒരു സാധനമാണ്, ഇൻഹേലൻസ് ആണ്, വലിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ പണ്ട് നാട്ടിൽ കറുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിന് ലൈസൻസ് കൊടുത്തിരുന്നു. കറുപ്പിൻ്റെ തൊണ്ടാണ് അത് സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും. കാരണം കടുത്ത വയറ്റിൽ വേദന വരുമ്പോൾ ആ കാലത്ത് പണ്ട് കറുപ്പിൻ്റെ വെള്ളം കലക്കി കുടിച്ചിരുന്നു. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഏജൻ്റായിട്ട് നമ്മുടെ നാട്ടുകളിലെ കുറേ ആളുകൾക്ക് കൊടുത്തിരുന്നു. പക്ഷെ ആ കറുപ്പ് എന്ന് പറയുന്നത് ഒരു തരം ചെടിയാണ്. അത് ഈ പിന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ അതിർത്തിയിലൊരു ചൈത്രാൾ കുന്നുകൾ എന്ന് പറഞ്ഞൊരു കുന്നുകളുണ്ട്. അവിടെയാണ് 75% ഈ ചെടി വളർത്തുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് താലിബാനാണ്, മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് പൈസ ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞത് ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരുന്ന സാധനമാണ്. അത് അതിൻ്റെ ഒരു തോട്ടത്തിൽ നിന്നിട്ട് നമ്മളൊരു ഫ്രൂട്ടായിട്ട് വരുമ്പോൾ അത് പഴുക്കുന്നതിന് മുമ്പായിട്ട് അത് തോട്ടത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പശ അത് പ്രോസസ്സ് ചെയ്ത് അതാണ് ബ്രൗൺ ഷുഗർ മോർഫിനൊക്കെ ആയിട്ട് മാറുന്നത്. മോർഫിനാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഏറ്റവും അവസാനം കൊടുക്കുന്ന ഈ മോർഫിൻ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ ചെടിയിൽ നിന്നുള്ള അതിൻ്റെതാണ്. 21 ആൽക്കലോയിഡ്സ് അതൊക്കെ രാസമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഭയങ്കര വിലയാണ്. അതൊരു ബ്രൗൺ ഷുഗർ പഞ്ചസാര പോലെ ഇരിക്കും, ഒരു തവിട്ട് നാട്ടിലുള്ള പഞ്ചസാര പോലെ ഇരിക്കും. അത് ഹെറോയിനാണ്, ശരിക്കും അതിൻ്റെ പേര് ഹെറോയിൻ എന്നാണ്. പക്ഷെ അതിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കും. അപ്പം അതൊക്കെ കിട്ടാനും സൂക്ഷിക്കാനും കൈവശം അത് പോലീസ് മറ്റുള്ളവർക്ക് എക്സൈസൊക്കെ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ ബിസിനസ് ഒന്നും കാര്യമായിട്ട് പോകുന്നില്ല. പിന്നെ വരുന്നതാണ് കൊക്കൈൻ എന്ന് പറഞ്ഞൊരു സാധനം. അത് കൊക്കാലിയൂസ് എന്ന് പറഞ്ഞ അരിയുണ്ട്. അത് ഈ സൗത്ത് ആഫ്രിക്കയിൽ മറ്റൊക്കെ വലിയ വനാന്തരങ്ങളിൽ ഒരിക്കലും ആദിവാസികൾ ഇതിന് എന്തോ കളക്ട് ചെയ്യാൻ പോയി തിരിച്ചു വരുമ്പോൾ ക്ഷീണം വന്നപ്പോൾ ഇല പിടിച്ച് കടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ബോധം കിട്ടു വീഴും. അവസാനം അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് കൊക്കൈൻ എന്ന് പറഞ്ഞത്. നമ്മുടെ കൊക്കൈൻ മറ്റേ സാധനം റബ്ബർ പോലത്തെ കൊക്കയല്ല, കൊക്കൈൻ എന്ന് പറഞ്ഞ സാധനം. ലാറ്റിൻ അമേരിക്കയൊക്കെയാണ് അതിൻ്റെ ഹെഡ്, ലോകത്തിൻ്റെ തലസ്ഥാനം. ആവശ്യക്കാർക്ക് കൊടുക്കാനില്ല ഈ സാധനം, ഏറ്റവും വില കൂടിയത്. ഇത് കൊച്ചിയിലെ ഈ ഫ്ലാറ്റുകളിലും അങ്ങനെ കുറേ അകലെ ചെറിയ ബോട്ടുകളൊക്കെ വെച്ചിട്ട് അവിടെ DJ പാർട്ടികൾ നടക്കും, നൃത്ത ഇതുകളൊക്കെ. ഇപ്പോഴും ഈ സമയവും കൊച്ചിയിലൊക്കെ എത്രയോ ഫ്ലാറ്റുകളിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അവിടെ വന്ന് ആടി തകർക്കുന്നത്. അവരൊരു സിനിമാ നടൻ്റെ കയ്യിൽ ഷൈൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചതൊക്കെ ചെറിയ രീതിയിൽ കൊക്കൈനാണ്. അതൊക്കെ ഭയങ്കര വില കൂടിയതാണ്. ഇത് ചുരുക്കി പറഞ്ഞ ഇതൊക്കെ ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ MDMA എന്ന് പറയുന്ന മിഥൈലൈൻ ഡയോക്സി മെറ്റാ ആംഫിറ്റമിൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് MDMA. ആ മിഥൈലൈൻ എന്നുള്ള M, ഡയോക്സിയിലെ Dയും, മെറ്റാ എന്നുള്ള M, അങ്ങനെ ലാസ്റ്റ് ആംഫിറ്റമിൻ. നമ്മൾ പദ്ധതി കാണും ഇത്ര കിലോ ആംഫിറ്റമിൻ പിടികൂടി. ഇതിന് ആംഫിറ്റമിൻ എന്ന് വിളിക്കും, മെത്ത് കുറേ പേരുകൾ വിളിക്കും. പഞ്ചസാര പോലെയുള്ള സാധനം, ഉപ്പ് തരി പോലെയുള്ളൊരു സാധനം. അത് കുറേ കെമിക്കൽസും അതുപോലെ കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസും കൂടിയിട്ടുള്ള ഒരു രാസ സംയുക്തമാണ്. അത് കേരളത്തിൽ എവിടെ ഉണ്ടാക്കുന്നില്ല. ബാംഗ്ലൂർ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് ഇന്ത്യയിൽ. ഇത് പാകിസ്ഥാനിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഒരുപാട് വലിയ മാർക്കറ്റിംഗ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് പെട്രോളും ആയുധം കഴിഞ്ഞ 3-ാം സ്ഥാനം ലഹരിക്കാണ്. അത്രയധികം ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കംബോഡിയയുടെയൊക്കെ ഒരു അതിർത്തിയിൽ ഒരിക്കൽ കുറെ ഗർഭിണികൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്, അതിർത്തി കടന്ന് പോവാണ്. അപ്പോൾ കുറേ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ അവിടെയുള്ള പട്ടാളക്കാർക്ക് സംശയം. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നതാണ്, ഒരു അതിർത്തിയാണ്. അപ്പം ഈ അവിടെ നിന്ന് കടന്നു പോകുന്ന എല്ലാവരുടെയും ഒക്കെ ഗർഭിണികളാണ്. അങ്ങനെ ഒരു ദിവസം അവരെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇവരൊക്കെ ഇതുപോലുള്ള ഈ രാസലഹരികൾ വയറിൽ പൊത്തിവെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അത്രയധികം ലാഭം ഉണ്ടാക്കുന്ന സാധനം. ഇനി നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ ഒരു വീട്ടിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ പേരക്കുട്ടികളോ ഏറ്റവും കൂടുതൽ MDMA ഉപയോഗിക്കുന്നത് 9ാം ക്ലാസ് തൊട്ട് +2 വരെയാണ്.
കൂടുതലും ഈ +1 ആണ് ഇതിൻ്റെ കേന്ദ്രം. കാരണം 18 വയസ്സാകുന്നതിന് മുമ്പുള്ള കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ MDMA ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അത് വലിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. മറ്റൊക്കെ പല ഇഞ്ചക്ഷനും മറ്റു രീതികളൊക്കെയാണ്. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു 500ന്റെ നോട്ട് മടങ്ങിക്കെടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഒരു ഉപയോഗം കഴിഞ്ഞ ATM കാർഡ് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം. കാര്യം ഇതിൻ്റെ പ്രോസസ്സ് ഇതാണ്. ഇത് എങ്ങനെയെങ്കിലും ഇപ്പോൾ കിട്ടിയെന്ന് വരിക ഒരു MDMA ഒരു തരി അത് ഈ ATM കാർഡിൻ്റെ ഉപയോഗിക്കാത്ത ATM കാർഡിൻ്റെ മീതെ വെച്ച് അല്ലെങ്കിൽ മൊബൈലിൻ്റെ മീതെ വെച്ച് ATM കാർഡ് കൊണ്ട് ഇങ്ങനെ ഉരച്ചത് ഒരുപാട് പൊടിയാക്കി ഈ 500ന്റെ നോട്ടാണ് കുറച്ച് കട്ടിയുള്ള നോട്ട്. അത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നേരെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന രീതിയാണ്. ഇതാണ് MDMA വലിക്കുന്ന രീതി. അത് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് കുട്ടികൾക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. ആദ്യം ഇതിൻ്റെ ഏജൻറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് 24 മണിക്കൂർ കഴിഞ്ഞാൽ അവന് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അവൻ അതിൻ്റെ ഏജൻസോ കാരിയേഴ്സോ. ഇപ്പോൾ സ്കൂളിൻ്റെ മുന്നിലൊക്കെ ആരെങ്കിലും കുട്ടികൾ ഇങ്ങനെ തമ്പ് കാണിച്ചിട്ട് വണ്ടിക്ക് കൈ കാണിച്ചാൽ ഇപ്പോൾ നിർത്തില്ല. കാരണം നമുക്ക് കുറേ അനുഭവങ്ങളുണ്ട്. കാരണം കുട്ടികളെ വണ്ടിയിലെ കയറ്റി പോകുമ്പോൾ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ട് എവിടെയെങ്കിലും പോലീസ് ആരെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കൂടി പെടും. അപ്പോൾ കുട്ടികളെ വരെ ഇതിനകത്ത് കാരിയേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ എങ്ങനെയാണ് ഒരു കുട്ടി ഇത് വലിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പെൺകുട്ടികളും നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള എല്ലാ കലാലയങ്ങളും ഇപ്പോൾ മിക്സഡായി. സെൻറ്റ് ജോസഫും അടുത്ത കൊല്ലം മിക്സഡ് ആവും. ഇനി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സഹവർത്തിത്തോടും കൂടി കഴിയുന്ന ഒരു കാലത്ത് കൂടെയുള്ള ഈ ഫ്രണ്ട് അവർക്ക് ഉപയോഗിക്കേണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിലുള്ള അപകടങ്ങൾ ഒരുപാടാണ്. കാരണം ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആദ്യം മാതാപിതാക്കളുടെ കാര്യം പറയാം എങ്ങനെയാണെന്നുള്ളത്. ലേറ്റായിട്ട് ഉറങ്ങുക, ലേറ്റായിട്ട് എണീക്കുക. അതായത് 12 മണി, 1 മണി, 2 മണി, 3 മണി വരെയൊക്കെ ഉറങ്ങാതെ ഉറക്കം കിട്ടില്ല. പിറ്റേ ദിവസം ഒരുപാട് വൈകി വരിക. ഏത് നേരവും ഒരു വിഷാദ രീതിയായിരിക്കും. പല്ലുകൾ എന്താ പറയുക നുറുങ്ങി പോകാൻ തുടങ്ങും. എല്ലുകൾ നുറുങ്ങാൻ തുടങ്ങും. ഇതിൻ്റെ ഭീകരാവസ്ഥ പറയുന്നത് മാത്രമല്ല, ഇവർ ചുരുക്കി പറഞ്ഞാൽ അവരുടെ കണ്ണിൽ നമ്മൾ ടോർച്ച് കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ കണ്ണിൽ ടോർച്ച് അടിച്ച് നമ്മൾ പെട്ടെന്ന് കണ്ണ് അടക്കി. ഇതൊരു യാതൊരു സെൻസേഷൻ ഉണ്ടാവില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്നു. അപ്പോൾ പാവർട്ടി സ്ഥലത്ത് നൈറ്റ് പെട്രോൾ പോവുകയാണ്. അപ്പോൾ ഒരു പയ്യൻ റോഡിൽ കൂടെ നടന്നു പോകണം. രാത്രി 2 മണിയായിട്ട്. അപ്പോൾ ജീപ്പ് കൊണ്ട് സൈക്കിൾ കൊണ്ട് നിർത്തി. അപ്പോൾ അവരോട് എവിടെ പോകണം ഈ നേരത്ത്? അപ്പോൾ ഒന്നും വേണ്ടിയില്ല. അവൻ വീണ്ടും നടന്നു പോവുകയാണ്. ലുങ്കി കൊണ്ട് കൊടുത്തിട്ടാണ് നടന്നു പോകുന്നത്. അത് വീണ്ടും കൊടുത്തുകൂടി വണ്ടി സൈക്കിൾ വെച്ച് നിർത്തി. നിന്നോടാണല്ലോ ചോദിച്ചത് എവിടെ പോകണം ഈ സമയത്ത്? എവിടെ പോയാലെന്താ? അപ്പോൾ ഞാൻ പോലീസുകാരോട് പറഞ്ഞു, പണിയായാലോടാ, നമുക്ക് പണി തരുമല്ലോ, നിർത്ത്. ഇറങ്ങി. അപ്പോൾ ടോർച്ച് കൊണ്ട് ഞാൻ അവൻ്റെ നോക്കിക്കുന്ന അടിച്ചു. യാതൊരു ഭാവമാറ്റവും ഇല്ല. ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കിക്ക് നോക്കിക്കുന്നു. അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മോനെ വണ്ടി കയറ്റി നമുക്ക് വിശദമായിട്ട് ഒരു വഴിക്ക് ഒരു നടക്കി പോകണ ലക്ഷണമില്ല, ഒന്നും ചെയ്യണ്ട, നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പോൾ ഒരു കാർന്നൂർ അവിടെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ടോർച്ചർ ഊട്ടി വരുന്നുണ്ട്. സാറേ ഒന്നും ചെയ്യില്ല, എൻ്റെ മോനാണ്. ഒരു വലിയൊരു വീട്, ബംഗ്ലാവ് പോലുള്ളൊരു വീട്. ആ വീട്ടിൽ നിന്നാണ് അയാൾ ഇറങ്ങി വരുന്നത്. ഇത്രയേ ഉള്ളൂ. സാറേ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് റാഗിങ്ങിൻ്റെ ഇടയിൽ ഇതൊരു റാഗിങ്ങുള്ള സമയത്തൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പോലും കഴിച്ചാൽ അതിന് അഡിക്ഷനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. കള്ളുടിക്കുന്ന പോലെയല്ല. ഇപ്പം കള്ളുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഈ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവോക്സ് ഡിസയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഈറ്റ്സ് എ വേ ഇറ്റ്സ് എഫിഷ്യൻസി. ഇവോക്സ് ഡിസയർ എന്ന് പറഞ്ഞാൽ ഇവോക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിനെ ഉത്തേജിപ്പിക്കുക. ഡിസയർ എന്ത് ആഗ്രഹമാണെങ്കിലും, സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം, മദ്യം കഴിച്ചാലുള്ള അവസ്ഥ. സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടം, ഭയങ്കര ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അപ്പോൾ ഏത് ഡിസയർ ആണോ നമ്മുടെ ഉള്ളത് അതിന് ഇവോക്ക് ചെയ്യും. ബട്ട് ഇറ്റ്സ് എഫിഷ്യൻസി, അതിൻ്റെ കാര്യക്ഷമത പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ
ഓർമ്മ വരുന്നതിൽ ഈ ഓർമ്മകൾ ഒതുക്കമില്ലാതെ എന്ന് സഹജസ് പറയുന്ന പോലെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഇന്റർലിങ്ക് ചെയ്ത് പോയി പറഞ്ഞു പോകുന്നതാണ്. പ്രത്യുൽപാദന ശേഷി ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും 100% പോകും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ 100% പോകും. ഇവരോട് ഈ MDMA കഴിച്ച കുട്ടികളോട് ഏറ്റവും കൂടുതൽ അവർ പ്രശ്നം ഉണ്ടാക്കുക വീട്ടിലാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോട് ആരും നോ എന്ന് പറഞ്ഞാലും അപ്പോൾ ഒരു ഭയമുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ട് വീട്ടിൽ അമ്മയും അമ്മൂമ്മയും ആരെങ്കിലും പറയും. വീട്ടിലെന്തെങ്കിലും പതിവായിട്ട് മോഷണം പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് ചിലപ്പോൾ മൊബൈലായിരിക്കും മോഷണം പോകുന്നത്, ചിലപ്പോൾ 100 രൂപയായിരിക്കും മോഷണം പോകുന്നത്. വീട്ടിൽ നിന്ന് മോഷണമാണ് ആദ്യത്തിൻ്റെ ലക്ഷണം. കാരണം ഇത് വാങ്ങിച്ച പൈസ വേണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് പട്ടേക്കാട്. അപ്പം അവിടെ ഒരു 2 സ്ത്രീകൾ എൻ്റെ സമയമൊക്കെ ചോദിച്ചവിടെ വന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്നറിയില്ല, ഞാൻ അവിടെ ആരും ചോദിച്ചില്ല, അവർ ഐഡൻറ്റിറ്റി ചോദിച്ചില്ല. അവർ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു അവരെ അമ്മയുടെ വീട് കുറച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്ത്. അവരുടെ വീട്ടിൽ അവിടെ അനിയൻ്റെ ഭാര്യയും പിന്നെ അവരുടെ അമ്മയും അച്ഛനൊക്കെ ഉള്ളൂ. അവരുടെ അമ്മയുടെ ഈ പെൺകുട്ടി കല്യാണം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന പടപ്പടത്തിയാണ്. അവരുടെ വീട്ടിൽ അമ്മയുടെ മാല മോഷണം പോയ ദിവസം. അപ്പം ഞാൻ അതിൻ്റെ എത്ര പവൻ്റെ മാല ചോദിച്ചു. അപ്പോൾ 1 പവനിന് കുറച്ച് പറയും. അത്ര ചെറിയൊരു മാലയാണ്, ഒരു ലോക്കറ്റും ഉണ്ട്. ആരെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചു പോലീസ് രീതിയിൽ ചോദിച്ചു വന്നപ്പോൾ ഈ പറയണ ദിവസം അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മയുടെ കഴുത്തിൽ മാലയില്ല. പിറ്റേ ദിവസം കാലത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ മാലയില്ല. അപ്പം അമ്മയുടെ മുറിയിൽ അന്ന് ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വന്ന് ഉറങ്ങിയിട്ടുണ്ട്. അവരെന്നും വന്ന് പോവാറുണ്ട്. പക്ഷെ അന്ന് ഒരു ദിവസം അവർ വന്ന് കിടന്നു. പിറ്റേ ദിവസം കാലത്ത് അമ്മയുടെ മാല കാണാനില്ല. ചോദിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി അമ്മ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാല മോഷണം പോയോടുകൂടി കയ്യിലുള്ള മോതിരം ഒക്കെ ഊരി ഒരു പേഴ്സിലെടുത്ത് അലമാരിൽ വെച്ചു. അന്ന് രാത്രി ഈ പെൺകുട്ടി അവിടെ കിടന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആ മോതിരം പോയി, അതിന് 3000 രൂപയും പോയി. ചോദിക്കാൻ പറ്റുമോ? ഇതാണ് ധർമ്മസങ്കടം. അപ്പം അതിനകത്തൊരു പോലീസ് സിനിമ സ്റ്റൈലിലുള്ള ആ പെൺകുട്ടിയുടെ പ്രതികരണ രസം. അതെ, നമുക്ക് പോലീസിന് പരാതി കൊടുക്കണം. ഇങ്ങനെയുള്ളവരാണ് മുന്നിൽ നിൽക്കുക. ഈ പ്രതികളായിട്ടുള്ള ടീമുകളാണ് പോലീസിന് പരാതി കൊടുക്കണം. നമുക്ക് എവിടെയൊക്കെ CCTV ഉണ്ടെന്ന് നോക്കണം. പിന്നെ നാട്ടിൻപുറത്ത് ഈ കൊച്ചു വീട്ടിനകത്ത് CCTV ഇരിക്കില്ല നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഈ കുട്ടിക്ക് എന്തെങ്കിലും അഫയർ ഉള്ളതായിട്ട് വല്ല അറിയും? ഒരുത്തരായിട്ട് അഫയർ ഉണ്ട്. അവൻ എപ്പോഴെങ്കിലും ഇവിടെ വീട്ടിൽ വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പം ഇവളുടെ മൊബൈൽ ചെക്ക് ചെയ്യാൻ അവിടെ സംഭവിക്കില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ അന്വേഷിക്കുമ്പോൾ ആ പയ്യന് ഈ ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ അവർക്ക് പൈസ വേണം. അപ്പോൾ ഏത് മാർഗത്തിലൂടെ ആ പെൺകുട്ടിക്ക് അറിയാം ആ വീട്ടിൽ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം മാല പോയി കഴിഞ്ഞാൽ അത് അവളെ സംശയിക്കുന്നറിയാം. എന്നിട്ട് പോലും അവൾക്കത് മോഷ്ടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വീട്ടിലെ ആദ്യത്തെ ലക്ഷണമാണ് ഈ പണം മോഷണം പോകുക എന്നുള്ളത്. അപ്പോൾ നോ ആര് പറഞ്ഞാലും, ഇപ്പോൾ നിങ്ങളുടെ അയൽവക്കത്തൊരു ആളാണ്, ഒരു പയ്യനാണ്, എന്തെങ്കിലും അതിർത്തി തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് അഗ്രസീവ് ആവുമെന്ന് പറയും ഇംഗ്ലീഷിൽ, വയലൻ്റ് ആവും. എന്ത് ചെയ്യാൻ പഠിക്കില്ല. 10 മണിക്കൂർ വരെയൊക്കെയാണ് ഇതിൻ്റെ ലഹരി നിൽക്കുക സാധാരണ നിലയ്ക്ക്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാൾ തുടക്കത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഒരാഴ്ച വരെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ തളർന്ന് തേർപ്പടായിട്ടുണ്ടാവും. പതുക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടി ഒരു 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇവരോട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ തർക്കത്തിൽ ഏർപ്പെടാൻ പോയി കഴിഞ്ഞാൽ അതെന്താണ് ഈ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇതാണ് ഇന്ന് പറയാനുള്ള ഏറ്റവും മെയിൻ പോയിന്റ്. ഇതിനുള്ള സന്ദേശം മനസ്സിലാകുന്നില്ല. അതായത് ഒരു പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികത തോന്നിക്കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ല. ഇന്റർവ്യൂവിൽ പോവാം, അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോവാം, സ്മെല്ലില്ല ഈ സാധനത്തിന്. മദ്യപിച്ച് കഴിഞ്ഞാൽ അടിച്ച് പാമ്പായി നടക്കുന്നു മാത്രമേ ഉള്ളൂ.
സെൻട്രൽ നെർവസ് സിസ്റ്റത്തേക്കാണ് ബാധിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ വളരെ മാരകമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ഏത് കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നതിന്, ഇതിന്റെ സാഹചര്യം എന്താണ്, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ്. രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് പീർ എന്ന് പറയും, പീർ PER, പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തെന്നാണ് അർത്ഥം. പക്ഷെ ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ അവർ രൂപീകരിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 10ാം ക്ലാസ് കഴിഞ്ഞു, ഏത് ഗ്രൂപ്പിൽ പോകണം, ഏത് ബ്രാഞ്ച് എടുക്കണം, എൻ്റെ കൂട്ടുകാരൻ ഇന്ന് തരാൻ വേണം, എൻ്റെ കൂട്ടുകാരി ഇന്ന് തരാൻ വേണം, അവിടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ, പീർ ഗ്രൂപ്പ്. അതായത് നിന്റെ കൂട്ടുകാരാരെന്ന് പറയും, നീ ആരാന്ന് ഞാൻ പറയാം എന്നാണ് ഞങ്ങളുടെ സൈക്കോളജിയിൽ പറയുക. അവൻ്റെ ഫ്രണ്ട്സ്, അവരെയാണ് പീർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരൊരുമിച്ച് ബൈക്കിൽ നടക്കുക, അവരെപ്പോഴും ഒരുമിച്ച് പോവുക, അവരുടെ കൂടെ എങ്ങനെ നടന്നാലും അവരുടെ കൂടെ. ഞാൻ അരമണിക്കൂറുള്ളതുകൊണ്ട് ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞു, ഒരു ലൈവ് എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. മണ്ണുത്തിയിൽ ഒരു പയ്യൻ, അവൻ്റെ പേര് എൻ്റെ മകൻ്റെ പേര് തന്നെയാണ്, യദുകൃഷ്ണൻ. അപ്പോൾ അവൻ്റെ അമ്മൂമ്മ ഗുരുവായൂർ ഒരു മാതൃസദനം നടത്തുന്നുണ്ട്. ഞാൻ ഗുരുവായൂർ ACP ആയിരിക്കുന്ന കാലത്ത് അവിടെ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ഫോറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ അതിന് ചേർന്നാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ, ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ ഏതെങ്കിലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ടൂർ പോകും. അങ്ങനെ ടൂർ പോകുന്ന കൂട്ടത്തിൽ ആലപ്പുഴ ഹൗസ് ബോട്ട് കാണിക്കാൻ കൊണ്ടുപോയി. ബോട്ടിൽ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനോട് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം ഭയങ്കര പ്രശ്നമാണ്, ഒന്ന് ഇടപെടണം. അങ്ങനെ അവൻ ബിജു സാറിൻ്റെ അമ്മയൊക്കെ വിളിച്ച് കാര്യം ചോദിച്ചിട്ട്, ഇവൻ +1 വരെ പോയുള്ളൂ, തൃശ്ശൂരിനടുത്താണ് വീട്. പിന്നെ അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ വേറെ എന്തോ ഒരു കോഴ്സിന് പോയി, ഡിപ്ലോമ കോഴ്സിനെ പറ്റി പോയി. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വരിക. ആകെ വളരെ സൗമ്യനാണ്, വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി വന്നു. ഒരു 12 മണി നേരത്തെ കയറി വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് അവിടെ ചോദിച്ചു. ഇല്ലല്ലോ, അകത്തും പുറത്തും ഒക്കെ ചുറ്റും നോക്കി, കട്ടിലിൻ്റെ അടിയിലും ഒക്കെ നോക്കി, ഇല്ല. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് മോൻ എവിടെ കൊണ്ടുവന്നോളൂ അച്ഛനോട്. അച്ഛൻ കേരളവർമ്മ കോളേജിലെ സ്റ്റാഫാണ്, അമ്മ ഒരു ഫൈനാൻസ് സ്ഥാപനത്തിലെ മാനേജറാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു അനിയത്തിയുണ്ട്, അവള് പിന്നെ ആയുർവേദ ഡോക്ടർ ആവാൻ പഠിക്കുന്നു, BAMS പഠിക്കും. നല്ലൊരു ഫാമിലി. അപ്പം അഭിമാനിയാണ് കുടുംബം. ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്നുള്ള സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു രൂപമാണ്. അത് ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്ന് ഒരു SI കയറി വന്നിട്ട് നാളെ 8 മണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ തുടരും സിനിമയിൽ ജോർജ് സാറ് പറയുന്ന ഡയലോഗ് പോലും നല്ല അത്ര വലിയ ഒതുക്കൊന്നുമില്ല ഈ പല പോലീസും. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിന് 5 മണിയായപ്പോഴേക്കും അച്ഛന് നെഞ്ചുവേദന വന്നു. ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് അച്ഛന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഒറ്റ ഷോക്കുണ്ട്. ഒരുപാട് കഥ പറയല്ല. പിറ്റേ ദിവസം ഈ അമ്മൂമ്മ എന്നെ വിളിച്ചു, ഈ കുട്ടിയുടെ അമ്മൂമ്മ എന്നെ വിളിച്ചു, സാറേ ബലിയിടലും മറ്റു കാര്യങ്ങളൊക്കെ മോൻ വേണം, എന്താ ഒരു വഴി. അവൻ അതോടുകൂടി മുങ്ങി. അപ്പം അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട്, ഞാൻ അവരോടൊന്ന് അവനെ കൊണ്ടുവരാൻ പറയട്ടെ, പോലീസ് പിടിച്ചിട്ട് പോകും. നമ്മൾ പോലീസൊന്നും പിടിക്കില്ല. അങ്ങനെയല്ല, ആൾക്കാർ പറഞ്ഞു ഒരു സിനിമയിൽ ദിലീപ് ഇങ്ങനെ വരുമ്പോൾ പോലീസ് ദിലീപിനെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ അതാണ് വിശ്വസിക്കുന്നത്. പേടിപ്പിക്കുകയാണ്. ഒരു കൂട്ടര് തളർന്നിരിക്കുമ്പോൾ, ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ദൂരം കുറയുകയും അയൽപക്കത്തേക്കുള്ള ദൂരം കൂടുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഷെയർ ചെയ്യുന്ന ആളുകൾ പേടിപ്പിക്കും കൂടി ചെയ്താലോ. ദിലീപിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അത്രേ. അപ്പോൾ ഞാൻ മണ്ണുദ്ദേശം വിളിച്ച് പറഞ്ഞു, ഇതാണ് സാഹചര്യം. അപ്പോൾ ഞാൻ ഈ പോലീസ് അക്കാദമിയിലായതുകൊണ്ട് അന്ന് തൊട്ട് 2002, 2003 അക്കാദമി ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അവിടുത്തെ അധ്യാപകനാണ്, ട്രെയിനീസിൻ്റെ അധ്യാപകനാണ്. അപ്പം ഞാൻ പഠിപ്പിച്ച ട്രെയിനീസ് ആയിരിക്കും അധികം പേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളുണ്ടായത്. പിന്നെ അവിടെ DSP സുരേഷ്, പിന്നെ ഫസ്റ്റ് ബാച്ച് SI ആണ്. അതുപോലെ തന്നെ തൃശ്ശൂരത്തെ സലീഷ് ആയാലും എല്ലാവരും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞോട്, ഞാൻ അക്കാദമിയിലെ സാർ അറിയാം, ഇങ്ങനെ ഒരു സംഭവം, വളരെ വേദനാജനമായ സംഭവമുണ്ട്. പോലീസ് അവനെ പിടിച്ചിട്ട് പോകും. അവൻ അവിടെ വരും, അവനവിടെ ഒരു 3-4 ദിവസം ആ ചടങ്ങ് കഴിയുന്നവരെ അവനവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ സറണ്ടർ ചെയ്യിച്ചു തരാം സ്റ്റേഷനിൽ. അപ്പോൾ എന്തിനാ അവനെ അന്വേഷിച്ചു വന്നത്? എന്തിനാണ് അവനവിടെ മുക്കാട്ടുകാരെ പള്ളിപ്പെരുന്നാളിൽ 2 ടീമുകളായിട്ട് ബോംബേറുണ്ടായി, ഗുണ്ടാ സംഘങ്ങളായിട്ട് ബോംബേറുണ്ടായി. അതിലൊരു ഗുണ്ടാ സംഘത്തിലെ അംഗമാണ് ഈ യദുകൃഷ്ണൻ.
അതുകൊണ്ടാണ് അവൻ അന്വേഷിച്ചത്. അപ്പോൾ എന്താ വകുപ്പ്? ആംസ് ആക്ട് ഉണ്ട്, എക്സ്പ്ലോസീവ്സ് ആക്ട് ഉണ്ട്, സ്ഫോടകവസ്തു നിയമം, ആയുധ നിയമമൊക്കെ ഉണ്ട്. ഒക്കെ ജാമ്യം കിട്ടാത്തതാണ്. അതൊക്കെ ആയിക്കോട്ടെ, ഇതിങ്ങനെയല്ല സാഹചര്യം. അങ്ങനെ അവിടെ പറഞ്ഞ എൻ്റെ ഉറപ്പിൽ ഈ യദുകൃഷ്ണൻ വന്നു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ഓരോ ദിവസവും മറ്റേ ബലിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മൂന്നാമത്തെ ദിവസം ഈ കൂട്ടുകാരന്മാരിലൊരുത്തൻ ഒരു ബൈക്ക് കൊണ്ടുവന്ന് അവൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറിപ്പോയി. ആ ഒരു ഇത് ശേഷക്രിയകളുടെ ആ ഒരു ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി. മയക്കുമരുന്നിൻ്റെ ഒരു ആകർഷണത്തിൽ അത്ര ദിവസം അവരിത് മയക്കുമരുന്ന് കഴിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ അവർ ഫോൺ ചെയ്തു, അവർ വന്നു, അവരോടെ പോയി. പിന്നെ അവന് കിട്ടിയില്ല. 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മാതൃഭൂമി പത്രം വായിച്ചോ സാറേ, ഇന്ന് എൻ്റെ മോൻ്റെ പടമുണ്ട് പത്രത്തിൽ, യദുകൃഷ്ണൻ്റെ പടമുണ്ട്. നോക്കിയപ്പോൾ കറക്റ്റാണ്, യദുകൃഷ്ണനുണ്ട്. വേറെ 2 യുവാക്കൾ പിടിയിൽ, മയക്കുമരുന്ന് ഇത്ര കിലോ MDMA ആയിട്ട് പിടിയിൽ. അങ്ങനെ വിയൂര് ജയിലിൽ റിമാൻഡ് ചെയ്തു. ജയിലിൽ ഗോവിന്ദചാമി ചാടിയ ആ ജയിൽ തന്നെയാണ്. ആ ജയിലിൽ ഒരു പ്രത്യേക ലോകമാണ്. കാശില്ലാത്തവർ ഇടി ഉറപ്പാണ്. കയറി ചെല്ലുമ്പോൾ ഒരു നടയടി ഇത്ര പേരെ ഉണ്ടാവുള്ളൂ ഈ ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ വാതിൽ. കാരണം എല്ലാവരും കുഞ്ഞു പോകണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അവിടെ ചെന്നു. അവർ കൂടെ ഉള്ളവർ ഇടി കിട്ടിയിട്ടുണ്ട്, ജയിൽ ജീവനക്കാർ ഇടി കിട്ടിയിട്ടുണ്ട്. ഒരു പരിവായി പയ്യ അത് കുറേ പഠിച്ചു. പിന്നെ ദിവസം വിളിച്ചിട്ട് അമ്മ പറഞ്ഞത്, സാറേ നാളെയാണ് വിധി വരുന്നത്, അവരുടെ കേസിൽ വിധി വരുന്നത്. ഇവനുണ്ട്, ഇവൻ്റെ കൂട്ടുകാരനുണ്ട്, സാറേ ഒന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ ദിവസം വൈകുന്നേരമായപ്പോൾ വിളിച്ചു, ഒരു ആശ്വാസം സാറേ, എന്തോ ഒരു ലൂപ്പ് ഹോളുണ്ട്, അവനെ വെറുതെ വിട്ടു, മറ്റവനെ ശിക്ഷിച്ചു. അവനിപ്പോൾ പിന്നീട് പല സ്ഥലത്തായിട്ട് പോയി. ഇപ്പോൾ കോയമ്പത്തൂർ അവൻ നല്ലവനായിട്ട് നടക്കുന്നു. ഒരു ചരിത്രത്തിൻ്റെ പോക്കാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം എൻ്റെ ലൈവ് എക്സാമ്പിൾ മനസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ, ഈ പീർ ഗ്രൂപ്പ്, അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്? 6 മണി 7 മണിക്ക് ശേഷം ഒരു തുടർച്ചയായിട്ട് വരാൻ വൈകുന്ന ഒരു സാഹചര്യങ്ങൾ വരിക. ഇപ്പോൾ സ്കൂളിലൊക്കെ പിന്നെ അവിടെ നാഷണൽ സ്കൂളിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനിപ്പോൾ അവനിപ്പോൾ +2 കണക്കിന് ഇത് ചെയ്തു. കാരണം ഇവർക്ക് ഓർമ്മക്കുറവാണ് ഏറ്റവും കൂടുതൽ വരിക. ലേണിംഗ് ഉണ്ടാവില്ല. ഒന്നും പഠിച്ചാൽ മനസ്സിൽ നിൽക്കില്ല. ഒരിക്കലും ഒരു ഭാവി ഉണ്ടാവില്ല. ഒരു വീട്ടിൽ ഒരു കാര്യങ്ങളും ഓർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും അപകടകരമായ രീതിയിൽ ആ രാസലഹരിയുടെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇത്രയെങ്കിലും, ഞാനൊരു ഭീകരത കാണിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇത് ഇത്രമാത്രം അറിവ് നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഒരുപാട് ശ്രദ്ധിക്കുക. ആൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകെട്ടുകൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്ക് നയിക്കുന്ന ഒരു കാര്യം അപകർഷതയാണ്, ഇൻഫീരിയോറിറ്റി. നിന്നെ എന്തിനു കൊള്ളാണ് എന്ന് മക്കളോട് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് അങ്ങനെ പറഞ്ഞാലും 4 അടി കിട്ടിയാലും മക്കളെ കൊണ്ട് പോകും. ആ കാലല്ല ഇന്ന്. നിങ്ങളെക്കാളൊക്കെ ഒരുപാട് വലിയ ലോകം അവർ വിരൽത്തുമ്പിൽ കാണുന്നുണ്ട്. പണ്ടത്തെ പോലുള്ള മോഹിനിയാട്ടം, മറ്റു കൺവെൻഷണൽ ഡാൻസുകളല്ല അവർ കാണുന്നത്. അവർ കൊറിയൻ ഡാൻസാണ് കാണുന്നത്, അവർ കൊറിയൻ സിനിമയാണ് അവർ കാണുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് അറിയില്ല. അവർ ലൈഫിനെ കുറിച്ച് അവരുടെ വിഷയം. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഒരു 15 വയസ്സായ ആൺകുട്ടിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച വഴി കൂടെ കൊണ്ടുപോകാൻ എളുപ്പമല്ല ഈ പഴയ കാര്യം ആലോചിച്ചിട്ട്. അപ്പം അവർ കമ്പയർ ചെയ്യാം. ആ അടുത്ത വീട്ടിൽ നോക്കി SSLC റിസൾട്ട് വന്നു, എല്ലാവർക്കും A+, ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. നിന്റെ പേരിലൂടെ എങ്ങനെ ഉണ്ടാവാനാ? നിന്നെ വല്ലതിനും കൊള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അവനിലുണ്ടാകുന്ന പക്ഷേ യദുവിന് പറ്റിയതാണ്. യദുകൃഷ്ണൻ്റെ അനിയത്തി, അവൾ നല്ല 9ാം ക്ലാസ്സിലാണ്, അന്ന് 10ാം ക്ലാസ്സിലാണ്. അവൾ നന്നായിട്ട് പഠിക്കും. ടീച്ചർമാർ ഇവരുടെ ഏറ്റവും വലിയ നയിക്കുന്ന ഒരു ഘടക ടീച്ചേഴ്സാണ്. ഈ ടീച്ചേഴ്സ് എന്നവർ പറയും, നിന്റെ അനിയത്തിയെ കണ്ടു പഠിക്കണം, അവൾ എന്തൊരു നല്ല കുട്ടി, നീ എന്താ ഇങ്ങനെ ഒരു പോത്തനായി? അങ്ങനെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന അപകർഷതയ്ക്ക്, ഫ്രസ്ട്രേഷൻ, നിരാശയ്ക്ക് ഒരു കൂട്ടുകാരൻ വന്ന് ഒന്ന് വലിച്ചോടാ അല്ലെങ്കിൽ ഒന്ന് കയറ്റിക്കോടാന്ന് പറയുമ്പോൾ ചെയ്യും. അതുപോലെ തന്നെ ബോഡി ഷെയിം ചെയ്യരുത്. ഇപ്പം അതൊരു വാക്കാണത്, ബോഡി ഷെയിം. തടിയുള്ള കുട്ടി അത് മെലിയാൻ വേണ്ടി പോയി കുടലും കൂടി ഉണങ്ങിയിട്ട് ഒരു പരിവാവുന്നത് വേറെ ചെറുപ്പക്കാരികൾ കാണുന്നതാണ്. അല്ലെങ്കിൽ കറുത്ത കുട്ടി, വേറൊരു കുട്ടി, വീട്ടിൽ തന്നെ വേറൊരു കുട്ടി, അവളെ സിസ്റ്റർ കുറച്ച് വെളുത്തതായിരിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ കാണാൻ കൊള്ളാത്ത രീതിയിൽ അവൾ അങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ട്. അതിന് കഴിവില്ലാത്ത, പഠിപ്പിൽ ഇത്തിരി പുറകിലാണ്. അപ്പം എങ്ങനെ അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും രാവിലെ തന്നെ എണീക്കാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ അടിയടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട്. പാരൻറ്റിംഗ് ആണ് പറഞ്ഞത്. എത്ര സമയം എടുത്ത് എനിക്കറിയില്ല, ഞാൻ വീണ്ടും നീണ്ടുകൊണ്ട് പോവുകയാണ്.
പെട്ടെന്നൊരു 2-3 മിനിറ്റ് കൊണ്ട് നിർത്താം. അപ്പോൾ ഇത് ഇത്രയൊക്കെ ആണ് ഒരു ജനറലായിട്ട് പാരൻറ്റിങ്. പണ്ടത്തെ പോലെയുള്ള ഈ കൺവെൻഷണൽ പാരൻറ്റിങ്ങിലൊന്നും ഇപ്പം അത്ര എഫക്റ്റീവ് അല്ല. പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു ഉത്തരവാദിത്തം. ഞാൻ പണ്ടൊക്കെ മോട്ടിവേഷനിലേക്ക് പോകുമ്പോൾ പറയാം, കുട്ടികളെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്യണത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തിന്ന പാത്രം കഴുകുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള ഇല്ലാത്ത ഒരു കുഴപ്പമുള്ള കാര്യമല്ല. വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർ മൊബൈൽ പിടിച്ച് വേറെ മൂലയ്ക്ക് പോയിരിക്കും. ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾ പറയാം. പക്ഷേ ഒരു പാരന്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, അമ്മയാണ് പറയുന്നത്, മോനെ ഇങ്ങനെ വലിച്ചാൽ നശിച്ചു പോയില്ലേ, കഞ്ചാവ് ഇതൊക്കെ വലിച്ച് നടന്നു കഴിഞ്ഞാൽ നശിച്ചു പോയില്ലേ, നിനക്ക് ഞാൻ എന്തുമാത്രം സങ്കടം നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്താലും പോലും ആലോചിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. വളരെ വേദനാജനകമായിട്ട് അമ്മ പറയണത്. മറുപടി എന്താണെന്നറിയുമോ? അമ്മ അതിനെ വിഷമിക്കേണ്ട, ഇതൊരെണ്ണം അങ്ങോട്ട് വെച്ചോ. എങ്ങനെയുണ്ട്? ഇതൊരെണ്ണം ഇങ്ങോട്ട് വെച്ച് ഈ സങ്കടമൊക്കെ പോവും. ഇവരോട് എന്ത് ഉപദേശിച്ചിട്ട് എന്താ കാര്യം? ഉപദേശം കൊണ്ടൊന്നും ഈ ഡ്രഗ് അഡിക്റ്റ് കറക്ഷനാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ മൊബൈലിന് അഡിക്ഷനായി ഇരിക്കാം. എപ്പോഴും മൊബൈലിൽ തന്നെ വീഡിയോ ഗെയിംസ്, കില്ലർ ഗെയിംസ്, അതെങ്ങനെ നിൽക്കുന്ന ആളുകളെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേരള പോലീസ് DDAD സെൻ്ററുകൾ എല്ലാ ജില്ലയിലും ആരംഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ ഡ്രഗിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് അതിന് സെൻ്ററുകളുണ്ട്. നമുക്ക് അത് മരുന്ന് കൊടുത്ത് മറ്റൊക്കെ നമുക്ക് മദ്യത്തിൽ നിന്നൊക്കെ ഇത് കൊണ്ടുവരാം. ഡ്രഗ് അഡിക്റ്റ് അങ്ങനെ ഒരു സെൻ്റർ ഇപ്പോൾ പറയാവുന്ന എവിടെയില്ല. വിദേശത്തൊക്കെ തന്നെ വിളിക്കുന്നുണ്ട് പലപ്പോഴും അറിയാവുന്നവരൊക്കെ. എവിടെയാണുള്ളത് സെൻ്റർ? കാരണം ഒരു ബൈസ്റ്റാൻഡർ പോയി നിൽക്കണം. ഇവരൊരിക്കലും വിളിച്ചാൽ വരില്ല. ഒരു അഡിക്ഷൻ സെൻ്ററിലേക്ക് ഇവർ വിളിച്ചാൽ വരില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഇൻഫീരിയോറിറ്റി ഉള്ള കുട്ടികളെ കോൺഫിഡൻസോടുകൂടി ശാസിക്കണം. പക്ഷെ സ്നേഹിക്കുക കൂടി വേണം. സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ പോകും. സ്നേഹം കിട്ടുന്ന വഴികൾ നോക്കും. ലഹരി മടുക്കുമ്പോൾ കൂടുതൽ ലഹരിക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ശാസിച്ചു സ്നേഹിച്ചു ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാൻ, 0 കുട്ടി വരുന്ന കുട്ടിയായാൽ പോലും ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നല്ല എന്തെങ്കിലും ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു മിഠായിയെങ്കിലും അവരെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ഒരു വല്ലാത്ത വ്യത്യസ്തമായ രീതിയിൽ പാരന്റിങ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ എന്താ വഴി? പ്രശ്നം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അവർ ഏതെങ്കിലും രീതിയിലുള്ള ഗെയിംസുകളിൽ അവരെ ഇൻട്രാക്ട് ചെയ്യിക്കുക. സ്പോർട്സ്, ജിമ്മ്. അവരെ ജിമ്മിന് പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും അവൻ്റെ ബോഡിക്ക് കോട്ടം നടത്തുന്ന സാധനം നിൽക്കില്ല. അവരെപ്പോഴും ഇങ്ങനെ സ്റ്റൈലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ആക്റ്റീവ് ആവുക. ഒപ്പം സിവിൽ സർവീസ് എന്നുള്ളത് അവർ സ്വപ്നമാക്കി മാറ്റുക. IAS, IPS, കമ്മീഷണർ, കളക്ടർ, ഇതിനൊക്കെ ഡിഗ്രി മാത്രം മതി. ഒരു എൻട്രൻസ് എക്സാമും ഇല്ല. ഹൈറ്റ് വേണ്ട, വെയിറ്റ് വേണ്ട, ഒരു കുന്തവും വേണ്ട. വികലാംഗ ആൾക്ക് പോലും വേറെ പ്രൊഫഷനില്ല. അപ്പം അവർക്ക് നേരത്തെ തന്നെ സ്വപ്നങ്ങൾ ഉണ്ടാക്കാനുണ്ടായിട്ട്, സ്വപ്നങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് കുട്ടികളെ നേരത്തെ തൊട്ട് ഒരു IAS പലതുണ്ട്. അതിൽ അവർ അപ്പിയർ ചെയ്യാനായിട്ട് ഡൽഹിയിലെ 9ാം ക്ലാസ് തൊട്ട് തന്നെ അതിന് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ അയാളുടെ ഗുണം എന്താ വെച്ചാൽ ഇവർ ഈ മെയിൻ ട്രാക്കിൽ പോവില്ല. അവനൊരു സ്വപ്നമുണ്ട്, അവനൊരു വലിയ ഉയരങ്ങളിലേക്ക് എത്തേണ്ടവനാണ്. സ്കൈസ് ദ ലിമിറ്റ്. അപ്പോൾ അങ്ങനെ രീതിയിലേക്ക് അവനെ ഒരു പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അവരെന്തെങ്കിലും ബോധപൂർവം ഇതുപോലെയുള്ള ഗെയിംസ്, സ്പോർട്സ്, അങ്ങനെയുള്ള കല, അങ്ങനെയുള്ളതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. ഇത്ര വെച്ച് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറേ ക്യാപ്സൂൾസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോയത്. ഇത് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു മൈ ടോക്ക്. ലെറ്റ് മീ കൺക്ലൂഡ്. നിർത്തട്ടെ? ഓക്കെ, താങ്ക് യു.